ട്രൂകോപ്പിയുടെ ഈ പ്ലാറ്റ്ഫോമിൽ ദിലീപ് നടത്തുന്ന ഫുട്ബോളിനെ പറ്റിയുള്ള വിശകലനങ്ങളൊക്കെ തന്നെ അത് കുറച്ച് ഇൻഡെപ്ത് ഉള്ളതും സംസാരങ്ങളാണ് നടത്താറുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വരുന്ന ചോദ്യങ്ങൾ അത്തരത്തിലുള്ളതാണ്. ഇത്തവണ ചോദ്യങ്ങൾ ഒരു ഫുട്ബോളിനൊരു മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ചോദ്യങ്ങൾ, അതുപോലെ അതിന്റെ സ്ട്രക്ചർ, അതിന്റെ ഒരു ടാക്ടിക്സ്, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അല്ലാതെ ആര് ജയിക്കും ആര് തോൽക്കുന്നുള്ള ചോദ്യങ്ങളല്ല. അല്ലേ ശ്രീധരൻ? അഖിൽ പി എൽ ആണ് ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. കുറച്ച് വിശദമായ ഒരു ചോദ്യമാണ്, ഞാൻ വായിക്കാം. ഫുട്ബോള് ഒരു മാനേജർ സ്പോർട്ടാണല്ലോ. നിലവിലെ സാഹചര്യത്തിൽ വളരെ എക്സ്പീരിയൻസ് ഉള്ള കപ്പ് വിന്നിംഗ് മാനേജേഴ്സ് വലിയ ക്ലബ്ബുകളിലെ ചുമതല ഒഴിവാക്കി നാഷണൽ ടീമുകളിലെ ചുമതല ഏറ്റെടുക്കുകയാണ്, അല്ലെങ്കിൽ വിരമിക്കുകയാണ്. ഉദാഹരണം ആഞ്ചലോട്ടി ബ്രസീലിൽ, ടുഷേൽ ഇംഗ്ലണ്ടിൽ, സിദാൻ ഫ്രാൻസിന്റെ ചുമതല ഏറ്റെടുക്കുമെന്ന് കേൾക്കുന്നു. പെപ് ഗാർഡിയോളയും ക്ലോപ്പും മാറുന്നു. നേരത്തെ ഒരു ക്ലബിൽ കോച്ച് അപ്പോയിന്റഡ് ആയാൽ പ്ലേയിങ് സ്റ്റൈൽ ഇംപ്ലിമെന്റ് ചെയ്യാനും ആവശ്യമുള്ള പ്ലെയേഴ്സിനെ നേടാനും ഒരു ടൈം ലൈൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്കൊരു ലോങ് കരിയർ ഉണ്ടാകുമായിരുന്നു. നിലവിൽ ഇൻസ്റ്റന്റ് റിസൾട്ട് ആവശ്യമാണ്. ഇതുകൊണ്ടാണോ അവർ വലിയ ക്ലബ്ബുകളിലെ ജോലി അവസാനിപ്പിച്ച് നാഷണൽ ടീമുകളിലേക്ക് പോകുന്നത്? അതോ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് മാനേജർ എന്ന പദവി ഒഴിവാക്കി ഹെഡ് കോച്ച് എന്ന പരിമിതികളുള്ള ടാഗ് ലൈനിലേക്ക് പോയി ഡാറ്റ അനലിറ്റിക്സ് വെച്ച് പ്ലെയേഴ്സിനെ വാങ്ങി ക്ലബ് ഓണേഴ്സിന്റെ പപ്പറ്റായി പോകേണ്ടി വരുന്നതിലുള്ള താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണോ? ഈ രീതിയിൽ ഫുട്ബോൾ ശൈലിക്ക് മാറ്റം സംഭവിക്കുന്നതുകൊണ്ട് പ്ലെയേഴ്സിനായാലും മാനേജേഴ്സിനായാലും വലിയ ക്ലബ്ബുകളിൽ ഫുൾ പൊട്ടൻഷ്യൽ പുറത്തു കൊണ്ടുവരാനുള്ള അവസരങ്ങൾ പരിമിതമാവുകയും പ്ലെയേഴ്സിന് ഇഞ്ചുറികൾ കൂടുതലും മാനേജേഴ്സിന് ദീർഘകാല ജോലി ഇല്ലാതെ വരികയും ചെയ്യുന്നുണ്ട്. ഇത് ഫുട്ബോളിന്റെ പോസിറ്റീവ് ആസ്വാദന ശൈലിയെ തന്നെ ബാധിക്കുന്നുവെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ക്ലബ് ഫുട്ബോൾ ആകെപ്പാടെ ഞാൻ കാണാൻ തുടങ്ങിയത് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് വേറെ തന്നെ ഒരു കളി പോലെയാണ്. ശരിക്കും 80കളിലൊക്കെ ഒരു മാനേജർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മാഫിയ ഡോൺ പോലെയായിരുന്നു. ബ്രയൻ ക്ലഫൊക്കെ നീ ചാടുന്ന് പറഞ്ഞാൽ കളിക്കാരൻ ചാടണം, അല്ലെങ്കിൽ പുറത്താണ്. അലക്സ് ഫെർഗസൺ അതേപോലെ, ഇങ്ങനത്തെ ആൾക്കാരായിരുന്നു. ജോക്സ്റ്റീൻ സെൽറ്റിക്കില്, അങ്ങനത്തെ കുറെ അനേക മാനേജേഴ്സ്. അവർക്ക് ഫുൾ കൺട്രോൾ ആയിരുന്നു. ഏത് കളിക്കാരനെ അവർ തന്നെ പോയി സ്കൗട്ട് ചെയ്ത് എനിക്ക് ഈ കളിക്കാരനെ വേണമെന്നൊക്കെ പറയും. ഇപ്പോൾ ഒരു ഗ്വാർഡിയോള അങ്ങനത്തെ ആ ഒരു ലെവലിലുള്ള മാനേജേഴ്സിന് മാത്രം ഒരു സാമാന്യം നല്ല ഇൻപുട്ട് ഉണ്ട് ഏത് കളിക്കാരനെ വേണമെന്നുള്ളതിൽ. പക്ഷെ ബാക്കി സാധാരണ ഇപ്പോൾ അലോൺസോ ചെൽസി ജോലി എടുത്തപ്പോൾ ഒരു കണ്ടീഷൻ അതായിരുന്നു, എനിക്ക് കൺട്രോൾ വേണം റിക്രൂട്ട്മെന്റിന്റെ മേലെ. മറ്റേ ഡയറക്ടർ ഫുട്ബോളൊക്കെ ആയിട്ട് ചർച്ച ചെയ്യാം, പക്ഷെ ഫൈനൽ ചോയ്സ് എൻ്റെതായിരിക്കണം. പക്ഷെ മിക്ക ക്ലബിലും ഇപ്പം അതില്ല. സ്ട്രക്ചർ എങ്ങനെയാ വെച്ചാൽ ഇപ്പോൾ ഒരു ലിവർപൂളിലായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിലായാലും പിന്നെ ഈ സിറ്റിയിൽ മറസ്ക വരുമ്പോഴും ഇത് തന്നെ ആയിരിക്കും. ആ ഡയറക്ടർ ഫുട്ബോളൊക്കെ കൂടി ഈ ഡേറ്റ അനലിസ്റ്റിന്റെ കൂടെ ഒരു ഷോർട്ട് ലിസ്റ്റ് കളിക്കാരെ വെക്കും കോച്ചിന്റെ മുമ്പിൽ. അതിന്ന് അവർ പരസ്പരം ചർച്ച ചെയ്തിട്ട് ഒരാളെ തിരഞ്ഞെടുക്കും. അപ്പൊ ഒരു കലക്റ്റീവ് ഡിസിഷൻ മേക്കിങ്ങിന്റെ ലോകത്തിലേക്കാണ് മാറിയിട്ടുള്ളത്. മറ്റേത് മുമ്പ് നമ്മുടെ ഒരു ചെയർമാൻ മാവിന്റെയും ഫിഡൽ കാസ്ട്രോന്റെ ഒക്കെ മോഡലിലായിരുന്നു ഒരു മാനേജർ എന്ന് പറഞ്ഞാൽ. അല്ല, അതിൽ ആ ചോദ്യത്തിലൊരു ചോദ്യം ഇൻസ്റ്റന്റ് റിസൾട്ട് കിട്ടുക എന്നുള്ളത്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ റൂബൻ അമോറിം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോകേണ്ടി വന്നു. അതിനുശേഷമുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പെർഫോമൻസ് ആണെങ്കിൽ നല്ല പെർഫോമൻസ് ആണ്. ഇതേ റൂബൻ അമോറിം പക്ഷെ അടുത്ത സീസൺ AC മിലാനിൽ വൻ സക്സസ് ആയിരിക്കും ഞാൻ ഇപ്പൊ എഴുതി തരാം. എന്താ വെച്ചാ AC മിലാൻ കുറച്ചും കൂടി പേഷ്യൻസ് കാണിക്കും. എന്താ വെച്ചാൽ അവരുടെ 2-3 മോശം സീസണിന് ശേഷം അവർക്കൊരു പ്രോജക്റ്റ് വേണം, ആദ്യം ഒരു വലിയൊരു പവർ ആവാൻ വേണ്ടി. അപ്പൊ അവരതിന് വേണ്ടിയുള്ള കുറച്ച് സമയം കൊടുക്കും. ഇവിടെ എന്തായിരുന്നു പ്രശ്നം എന്ന് പറഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഇപ്പൊ കടം കൂടി ചാമ്പ്യൻസ് ലീഗിൽ എത്തിയില്ലെങ്കിൽ വൻ ദുരന്തമാവുമായിരുന്നു. അപ്പൊ അവർക്ക് ആ ഒരു ഇതും കൂടി കണ്ടിട്ടാണ് അവർ തീരുമാനം എടുത്തത്. പിന്നെ അമറിമിന് ഇതേപോലെ ഈ ഡയറക്ടർ ഫുട്ബോളായിട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. തനിക്ക് തൻ്റെ രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ ഇപ്പോഴത്തെ പല ക്ലബിന്റെയും സ്ട്രക്ചറിൽ അങ്ങനത്തെ ഒരാൾക്ക് പവർ കൊടുക്കാൻ അവർ തയ്യാറല്ല. ഇനി ഫിലിപ്പ് ടിയുടെ 2 ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: The 2026 World Cup has 48 teams and an extra knockout round. On top of that, players face extreme USA summer heat and injury risks from a long season. Will this massive pressure force favorites like Portugal, Spain and France to use safe risk-free tactics? Or can some teams still play fast, high-intensity attacking football?
ഇപ്പൊ ഈ പറഞ്ഞ ടീംസ് ഏതൊക്കെ? ഫ്രാൻസ്, പോർച്ചുഗൽ, സ്പെയിൻ. സ്പെയിൻ. ഇവർക്ക് 3 പേർക്കും പിന്നെയും ഫാസ്റ്റ് ഹൈ ഇന്റൻസിറ്റി ഫുട്ബോൾ കളിക്കാൻ പറ്റും. എന്താ വെച്ചാൽ അത്രയും നല്ല സ്ക്വാഡ്സ് ഉണ്ട്. അപ്പൊ എല്ലാ കളിയിലും നിങ്ങൾക്ക് ഒരു ഒളീസെ കളിപ്പിക്കണം എന്നില്ല, എല്ലാ കളിയിലും ഒരു ക്രിസ്ത്യാനോനെ കളിപ്പിക്കണം എന്നില്ല, എല്ലാ കളിയിലും യമാലിനെ കളിപ്പിക്കണം എന്നില്ല. ഇവർക്ക് ബെഞ്ചിൽ നിന്നൊക്കെ വരാം പല കളിയിലും. ഇപ്പൊ സ്പെയിൻ കേപ്പ് വേർഡേക്ക് എതിരെ കളിച്ചപ്പോൾ യമാലൊന്നും സ്റ്റാർട്ട് ചെയ്തില്ല. അവർ ജയിച്ചില്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ അങ്ങനെ നല്ല സ്ക്വാഡുള്ള ടീംസ് തീർച്ചയായിട്ടും ഇംഗ്ലണ്ട് വേറെ കുറച്ച് ഡെപ്ത് ഉള്ള പല പൊസിഷനിലും ഡെപ്ത് ഉണ്ട്. അപ്പൊ അവർ അങ്ങനത്തെ ടീംസിനെതിരെ അത് റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ വലുതായിട്ട് ബാധിക്കാൻ പോകുന്നത് ഈ 11 മികച്ച കളിക്കാർ മാത്രമുള്ള ചില ടീംസ്. ഇപ്പൊ ചില ആഫ്രിക്കൻ ടീംസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ സ്റ്റാർട്ടിംഗ് 11 ഭയങ്കര ശക്തമായ ടീമായിരിക്കും, പക്ഷെ ബെഞ്ച് അത്ര പോരാ. അപ്പൊ അവർക്ക് കുറച്ചും കൂടി പ്രഷർ വരും ഇതെങ്ങനെ ടൈം മിനിറ്റ്സ് മാനേജ് ചെയ്യുന്നുള്ളത്. ഫിലിപ്പിന്റെ തന്നെ രണ്ടാമത്തെ ചോദ്യം, വിൽ യങ് ടാലൻസ് ഫ്രം ഡെവലപ്പിംഗ് ഫുട്ബോൾ നേഷൻസ് ലൈക്ക് അയൂബ് ബുവാദി, ലീ കാങ് ഇൻ ആൻഡ് 17-year-old ഗിൽബർട്ടോ മോറ സ്റ്റീൽ ദ സ്പോട്ട്ലൈറ്റ് ഫ്രം ട്രഡീഷണൽ സൂപ്പർ സ്റ്റാർസ് അറ്റ് ദിസ് വേൾഡ് കപ്പ്? വിച്ച് യങ് അണ്ടർഡോഗ് ഹാസ് ഇംപ്രസ്ഡ് യു ദ മോസ്റ്റ് സോ ഫാർ? ഗിൽബർട്ടോ മോറ ഇതുവരെ മെക്സിക്കോ സ്റ്റാർട്ട് ചെയ്തിട്ട് പോലും ഇല്ല. അതെനിക്ക് വലിയൊരു നിരാശയാണ്. ശരിക്കും അവർക്ക് വളരെ മുന്നോട്ട് പോകണമെങ്കിൽ അങ്ങനത്തെ ഒരു കളിക്കാരനെ ഫ്രീ ആയിട്ട് കളിക്കാൻ വിടണം. ലീ കാനിങ് അങ്ങനെ ഞാനൊരു യങ് പ്രോഡജി എന്ന് പറയില്ല, കുറെ കാലമായിട്ട് PSG കൂടെ ഒരു സെറ്റിൽ പ്ലെയർ ആണ് കൊറിയ സ്ക്വാഡിൽ. മറ്റേ പറഞ്ഞ അയൂബ് ബുവാദി ഇപ്പോൾ പാവം യൂറോപ്പിലത്തെ എല്ലാ ക്ലബുകളും നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒരു ഡെവലപ്പിംഗ് നേഷനിലത്തെ കളിക്കാരൻ എനിക്ക് പറയാൻ മടിയുണ്ട്. എന്താ വെച്ചാൽ ഫ്രാൻസിൽ ഡെവലപ്പ് ചെയ്ത കളിക്കാരനാണ്. ഫ്രാൻസ് Under-21 ക്യാപ്റ്റനായ ഒരു കളിക്കാരൻ പിന്നെ തൻ്റെ കുടുംബത്തിന്റെ ബന്ധങ്ങൾ കാരണം അവിടെ പോയി കളിക്കാൻ തീരുമാനിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ ഡെവലപ്പിംഗ് കൺട്രി എന്ന് പറയാൻ അങ്ങനത്തെ നോക്കിക്കഴിഞ്ഞാൽ പറയാൻ ബുദ്ധിമുട്ട്. എന്താ വെച്ചാൽ ഇപ്പൊ ഈ പല ആഫ്രിക്കൻ കളിക്കാരും അവർ ഡെവലപ്പ് ചെയ്യേണ്ടത് യൂറോപ്പിൽ വന്നിട്ട്. ഇപ്പൊ യാൻഡിയമാൻ്റെ ഒക്കെ RB ലൈപ്സിഗിലാണ്. സാദിയോ മാനെയൊക്കെ ആദ്യം ഫ്രാൻസിൽ വന്നു, പിന്നെ സൗത്ത് ആംപ്ടണിൽ എത്തി, പിന്നെയാണ് ലിവർപൂളിൽ എത്തുന്നത്. അപ്പൊ അങ്ങനെ അനേക ആഫ്രിക്കൻ കളിക്കാർ ഒരു 16-17 വയസ്സാകുമ്പോഴേക്കും പ്ലെയിനും കയറി യൂറോപ്പിൽ എത്തുന്നു. അപ്പൊ അവരുടെ ഡെവലപ്മെന്റ് പലപ്പോഴും ഫിനിഷ് ചെയ്യേണ്ടത് യൂറോപ്പിൽ വെച്ചിട്ടാണ്. ഈ ഫിലിപ്പിന്റെ ആദ്യത്തെ ചോദ്യത്തിലെ അതിന്റെ ഒരു തുടർച്ചയായിട്ട് ദിലീപ് പറയുന്ന ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ ബെഞ്ച് സ്ട്രെങ്ത് ആണ് ഈ വേൾഡ് കപ്പിൽ ജയിക്കാൻ പോകുന്നത് എന്നുള്ളത്. കാരണം പ്രത്യേകിച്ചും ചൂടും അന്തരീക്ഷവും കൊണ്ട് അല്ലേ. പല ടീമിന്റെ ഇപ്പൊ മികച്ച ടീമിന്റെ കാര്യം വിടും. നിങ്ങൾ ഓസ്ട്രേലിയയുടെ ഇതിലൊക്കെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻസ് പല കളിയും മാറ്റുന്നത് നമ്മൾ കണ്ടു. ഓസ്ട്രേലിയ തുർക്കിയ കളിയിലൊക്കെ. പിന്നെ ഏറ്റവും ഇതായിട്ട് സ്വിറ്റ്സർലൻഡ് ബോസ്നിയ കളിയിലും 71-ാം മിനിറ്റില് വരുന്ന 3 സബ്സ്റ്റിറ്റ്യൂട്ടില് 2 പേര് 3 ഗോൾ അടിക്കണം. അപ്പൊ അങ്ങനത്തെ എല്ലാ ടീമിനും ആ ഒരു ബെഞ്ച് ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. ഇതുവരെയുള്ള കളികൾ വെച്ച് ദിലീപിനെ ഇംപ്രസ് ചെയ്ത ഏതെങ്കിലും യങ് കളിക്കാരൻ? ബുവാദിന് തീർച്ചയായിട്ടും. എന്താ വെച്ചാൽ അത് ബ്രസീലിനെതിരെയായിരുന്നു. പിന്നെ ഇംഗ്ലണ്ടിൽ നിന്ന് അങ്ങനെ ആരും യങ്, പക്ഷെ പൊതുവെ കാണികൾ അധികം കാണാത്തൊരു കളിക്കാരനാണ് എലിയറ്റ് ആൻഡേഴ്സൺ. എന്താ വെച്ചാൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് അങ്ങനെ ഒരു വലിയൊരു ക്ലബ്ബ്, ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒരു ക്ലബ്ബല്ല. പക്ഷെ ആൻഡേഴ്സൺ ഒരു ഈ ലോകകപ്പിലത്തെ ഒരു വലിയ കളിക്കാരനായിരിക്കും. ഫ്രാൻസിന്റെ പിന്നെ അധിക കളിക്കാരെ ഇപ്പൊ ഒളീസയ്ക്ക് ഇപ്പൊ എല്ലാവർക്കും അറിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു, ക്ലബ്ബ് ഫുട്ബോൾ കാണുന്നവർക്ക്. പക്ഷെ ഒരു സീസൺ മുമ്പായിരുന്നെങ്കിൽ പലർക്കും ഒളീസ ആരാന്ന് അറിയില്ലായിരുന്നു. അടുത്ത ചോദ്യം ജോൺ ചെമ്മണ്ണൂർ ജോസഫ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫുട്ബോൾ എന്നത് സാങ്കേതിക മികവും ശാരീരിക ശേഷിയും ഒരുപോലെ പ്രാധാന്യമുള്ള ഒരു കളിയാണല്ലോ. പൊതുവെ നോക്കുമ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ പല കളിക്കാർക്കും മികച്ച ശാരീരിക കഴിവുകൾ ഉണ്ടെന്ന് പറയാറുണ്ട്. എന്നാൽ ചരിത്രപരമായി യൂറോപ്യൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളാണ് ലോക ഫുട്ബോളിൽ കൂടുതൽ വിജയകരമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ ഫുട്ബോൾ വളർച്ചയെയും ലോക റാങ്കിങ്ങിലെ മുന്നേറ്റത്തെയും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ശാരീരിക ഘടകങ്ങളാണോ, അതോ അടിസ്ഥാന പരിശീലനം, ടാക്ടിക്കൽ ബോധം, യുവതല വികസനം, പ്രൊഫഷണൽ സംവിധാനങ്ങൾ തുടങ്ങിയ മറ്റ് ഘടകങ്ങളാണോ? തീർച്ചയായിട്ടും മറ്റേ കാര്യങ്ങൾ. ഇപ്പൊ നിങ്ങൾ ഉസ്ബെക്കിസ്ഥാനെ നോക്കൂ, ജപ്പാനെ നോക്കൂ, ഇവരുടെ ഒന്നും
അങ്ങനെ ഫിസിക്കലി എക്സെപ്ഷണൽ ആയിട്ടുള്ള കളിക്കാരൊന്നുമല്ല. ആരും ഇപ്പോൾ കൂബോ ഒക്കെ അതേപോലത്തെ എത്രയോ കളിക്കാർ ഇവിടെ നമ്മുടെ നോർത്ത് ഈസ്റ്റ് നിന്നൊക്കെ ഉണ്ട്. ഫിസിക്ക് വെച്ച് സ്കിൽസിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആ കൂബോ ഒക്കെ 5 വയസ്സ് തൊട്ട് ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ട്രെയിൻ ചെയ്ത് തുടങ്ങിയതാണ്. ഇവിടെ നമ്മുടെ കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ല, ക്ലബ്ബുകൾ തന്നെ ഇല്ല. ഇപ്പൊ കേരളം പോലത്തെ ഒരു 3 കോടി 3.5 കോടി ആൾക്കാരുള്ള സ്ഥലത്ത് ഈസി ആയിട്ട് ഒരു 20 ക്ലബ്ബുകളെങ്കിലും വേണം. പണ്ട് നമുക്ക് ഉണ്ടായിരുന്നു ക്ലബ്സ്, അതൊക്കെ നശിപ്പിച്ചതാണ്. അപ്പൊ അങ്ങനെ ഒരു 20 ക്ലബ്ബുകൾ ഇല്ലാതെ അതിന്റെ കൂടെ ഓരോ ക്ലബിനും ഒരു 5-6 ലോക്കൽ ഫീഡർ ക്ലബ്ബ് ഉണ്ടാവും. ഇപ്പൊ ഇവിടെ ഒരു FC കാലിക്കറ്റ് ആണെങ്കിൽ നടക്കാവിലൊരു ക്ലബ്ബ്, മുക്കത്തൊരു ക്ലബ്ബ്, മറ്റേ കല്ലായാലൊരു ക്ലബ്ബ്, അങ്ങനെ ഒരു 5-6 ഇതിന്റെ ഫീഡർ സിസ്റ്റം ആയിട്ടുണ്ടാവും. അതൊന്നും ഇല്ലാതെ നമ്മൾ പ്രതീക്ഷിക്കണതിൽ അർത്ഥമില്ല. ശബരിനാഥിൻ്റെതാണ് അടുത്ത ചോദ്യം. ഇപ്പോഴത്തെ യുവ കളിക്കാരുടെ പ്രകടനം നോക്കുമ്പോൾ ലോക ഫുട്ബോളിൽ വളർന്നു വരുന്ന ഏറ്റവും മികച്ച മിഡ്ഫീൽഡർ ആരാണ്? ഈ ലോകകപ്പിൽ കണ്ടിട്ടുള്ള ഒരാള് അയൂബ് ബുവാദി, 18 വയസ്സുകാരൻ. പൊതുവെ വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോ ഗിൽബർട്ടോ മോറ യൂറോപ്പിൽ കളിച്ചിട്ടില്ല, പക്ഷെ താമസിക്കാതെ യൂറോപ്പിൽ എത്തുന്ന ഉറപ്പാണ്. നിക്കോ പാസ് കുറേ കൂടി ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്, തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കളിക്കാരൻ. ഇംഗ്ലണ്ടിൽ നിന്ന് ആഡം വാട്ടനെ സ്ക്വാഡിൽ പോലും എടുത്തില്ല. എലിയറ്റ് ആൻഡേഴ്സൺ ഉണ്ട്. ഇംഗ്ലണ്ടിൽ നിന്ന് അങ്ങനെ കുറച്ച് കളിക്കാരുണ്ട്. ഫ്രാൻസിന് പിന്നെ മിഡ്ഫീൽഡേഴ്സ് ആണെങ്കിൽ ബുവാദി പോയത് അവർക്ക് വലിയൊരു നഷ്ടമാണ് ശരിക്കും. എന്താ വെച്ചാൽ അവരുടെ ഇപ്പോഴത്തെ ടീമിലുള്ള ചുവമിനി പിന്നെ റാബിയോ ചെറുപ്പക്കാരനല്ല, കാമവിംഗ സ്ക്വാഡിൽ എടുത്തില്ല. പക്ഷെ അവര് ചുവമിനിയും കാമവിംഗ അങ്ങനത്തെ ഒരു അറ്റാക്കിംഗ് ക്രിയേറ്റീവ് പ്ലെയേഴ്സ് അല്ല. ബുവാദിക്ക് അതും ചെയ്യാൻ പറ്റും. അപ്പൊ അതൊരു വലിയൊരു മിസ്സാണ് അവർക്ക്. ശബരിനാഥിന്റെ തന്നെ മറ്റൊരു ചോദ്യം. സ്പെയിൻ യുവതാരം പെഡ്രിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? സാവിയുടെയും ഇനിയസ്റ്റയുടെയും ലെവലിലേക്ക് ഉയരാനുള്ള സാധ്യതയുണ്ടോ? അതൊരു പറയാൻ ബുദ്ധിമുട്ട്. എന്താ വെച്ചാൽ ആ ഒരു ശൈലി ഫുട്ബോൾ ഇപ്പൊ പല ക്ലബുകളും അതിന്ന് മാറിക്കൊണ്ടിരിക്കുക. ആ ഒരു വളരെ അൾട്രാ പൊസിഷൻ ബേസ്ഡ് ഒരു ഇതിലായിരുന്നു അവര് ശരിക്കും തിളങ്ങിയിരുന്നത്. ആ ടിക്കിടാക്ക കാലത്ത് ഏകദേശം എല്ലാ മാച്ചിലും 60-65% പൊസിഷൻ ഉണ്ടാവും സ്പെയിൻ. ഇപ്പോഴത്തെ ബാഴ്സലോണയ്ക്കും പൊസിഷൻ ഉണ്ടെങ്കിലും പലപ്പോഴും അവർ കുറേ കൂടി ഡയറക്റ്റ് ആയിട്ട് യമാലിന്റെ പേസും റഫീനയുടെ പേസും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് കളിക്കേണ്ടത്. അപ്പൊ അങ്ങനത്തെ ആ മിഡ്ഫീൽഡ് ഇതിൻ്റെ ഒന്നും അധികം ഈ വൈഡ് പ്ലെയേഴ്സിനാണ് കുറെ പ്രാധാന്യം കിട്ടുന്നത്. ഇപ്പം ഇമ്പോർട്ടൻസ് ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷെ അങ്ങനത്തെ അത്രയും സെൻട്രൽ ആയിട്ടുള്ള ഒരു റോള് ഇപ്പോഴത്തെ ടീമുകളിൽ അധിക ടീമുകളിലും, ബാഴ്സലോണ എന്ന് മാത്രമല്ല, ഇപ്പൊ റയൽ മെഡ്രിഡ് നോക്കിക്കഴിഞ്ഞാലും ഇപ്പൊ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നോക്കിയാലും ഇപ്പൊ ഒരു പോൾ സ്കോൾസിന്റെ മറ്റേ ഡേവിഡ് ബെക്കമിന്റെ റോയ് കീന്റെ ആ പ്രാധാന്യമുള്ള ഒരു മിഡ്ഫീൽഡേഴ്സ് പലപ്പോഴും അടുത്ത കാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ അതൊരു കളി തന്നെ മാറിയിട്ടുള്ളൊരു ഇതാണ് ശരിക്കും. ഇനി അവസാനത്തെ ചോദ്യം, അത് ബ്രസീൽ ടീമിനെ കുറിച്ചാണ്. ദിലീപ് പലപ്പോഴും വിശദീകരിച്ചിട്ടുണ്ട്, എന്നാലും ചോദിക്കാം. എന്തുകൊണ്ടാണ് റിച്ചാർലിസണെയും ആന്റണിയെയും ബ്രസീൽ ലോകകപ്പ് സ്ക്വാഡിൽ ഉൾപ്പെടുത്താതിരുന്നത്? നെയ്മർ ലോകകപ്പ് കളിക്കാൻ ശരിക്കും ഫിറ്റ് ആണെന്ന് തോന്നുന്നുണ്ടോ? ബ്രസീലിന്റെ പ്രതിരോധം എത്രത്തോളം മികച്ചതാണ്? ബ്രസീൽ മിഡ്ഫീൽഡിൽ കാര്യമായ പ്രശ്നങ്ങളുണ്ട്. കാസമിറോയ്ക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാനാവില്ല. പക്വറ്റയെ എത്രത്തോളം വിശ്വാസത്തിൽ എടുക്കാനാകും? ഇത് ഓരോന്നായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ സ്ക്വാഡ് സെലക്ഷനെ പറ്റി ഇപ്പൊ റിച്ചാർലിസണിനെയും ആന്റണിയും പുറത്തിരുത്തിയതിനെ പറ്റി അതിലും വലിയൊരു മിസ്സായിട്ട് എനിക്ക് തോന്നുന്നത് ജാവോ പെഡ്രോനെ. എന്താ വെച്ചാൽ പെഡ്രോ അത്രയും നല്ല ഫോമിലായിരുന്നു EPL. റിച്ചാർലിസന്റെ സീസൺ അത്ര നന്നായിരുന്നില്ല. ആന്റണി ആണെങ്കിൽ അങ്ങനെ ബെറ്റിസ് അത്ര ഒരു ടോപ്പ് ക്ലബ് എന്ന് പറയാനും പറ്റില്ല. മറ്റേ നെയ്മറിന്റെ കാര്യം നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞതാണ്. അത് കുറെ ഒരു ഇമോഷണൽ ഒരു സെലക്ഷനും കൂടിയാണ്. അത് ആൻസലോട്ടിയുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല, ബ്രസീലിയൻ ഫാൻസിന്റെ ഭാഗത്തു നിന്നും അത്രയും ഒരു പ്രഷർ ഉണ്ടായിരുന്നു. നമുക്ക് നെയ്മറിന് വേണ്ടി ഒരു തവണ ജയിക്കാൻ നോക്കണം എന്നുള്ളൊരു ഇത്. അത് ശരിയാണോ തെറ്റാണോ നമുക്കിത് കഴിയുമ്പോൾ തന്നെ പറയാൻ പറ്റുള്ളൂ. പ്രതിരോധത്തിന്റെ അല്ല, വേറെ ഒരു ഇത് പറഞ്ഞ് സെന്റർ ബാക്സ് വളരെ മികച്ച 2 സെന്റർ ബാക്സ് ആണ്. പക്ഷെ ഈ ഫുൾ ബാക്സിനെ പറ്റി എനിക്ക് നല്ല സംശയമുണ്ട്. അത് നമ്മൾ മൊറോക്കോനെതിരെ കണ്ടു പ്രശ്നങ്ങൾ. പലപ്പോഴും ഈ മിഡ്ഫീൽഡേഴ്സ് ഐസൊലേറ്റഡ് ആവുന്നത് ഈ ഡിഫൻസ് ഒരുമിച്ച് കളിക്കാൻ പറ്റാതിരിക്കുമ്പോഴാണ്
മിഡ്ഫീൽഡിലും പ്രശ്നം വരുന്നത്. അത് രണ്ട് വഴിക്കും വരും. മിഡ്ഫീൽഡേഴ്സ് ശരിക്കും ഷീൽഡ് ചെയ്തില്ലെങ്കിൽ ഏറ്റവും മികച്ച സെൻട്രൽ ഡിഫൻഡേഴ്സ് വരെ വെള്ളം കുടിക്കും. അപ്പൊ അത് ആകെപ്പാടുള്ളൊരു കോർഡിനേഷൻ, ഒരു 6 കളിക്കാർ തമ്മിലുള്ളത്. അത് ഈ നല്ല ഫുൾ ബാക്സ് ഇല്ലാത്ത ടീംസിന്, നല്ല ഫുൾ ബാക്സ് ഇല്ല എന്നല്ല ഞാൻ പറയാം, ഏറ്റവും മികച്ച ഫുൾ ബാക്സ് അല്ല ഇപ്പൊ ബ്രസീലിന്. പണ്ട് എപ്പോഴും ആയിരുന്നു. ലോകം എപ്പോഴും എന്താ പറയാ, പേടിയോടുകൂടി നോക്കിയിരുന്ന ഫുൾ ബാക്സ് എപ്പോഴും ബ്രസീലിന് വേണ്ടി കളിച്ചിരുന്നത്. അത് പണ്ട് തൊട്ട് 70കൾ തൊട്ട്. അപ്പൊ അങ്ങനത്തെ ഫുൾ ബാക്സ് ഇപ്പൊ ഇല്ലാത്തത് കാരണം അവിടെ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. പിന്നെ മിഡ്ഫീൽഡിന്റെ എന്താ ചോദിച്ചത്, ആ കാസ്മിറോനെ ഒറ്റയ്ക്കാക്കണം, അത് ഒരു പ്രശ്നം തന്നെയാണ്. കാസ്മിറോ ശരിക്കും നന്നായി കളിക്കണം. ഇപ്പൊ ഈ സീസണിന്റെ 2ാം പകുതി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നന്നായി കളിച്ചു, പക്ഷെ കൂടെ ഓടാൻ പറ്റുന്ന കളിക്കാരുണ്ടായിരുന്നു. അവരങ്ങനെ ഡബിൾ ഇതായിട്ടാണ് കളിച്ചത്. അങ്ങനത്തെ ഒരു കളിക്കാരൻ ഇപ്പൊ ഒരു ഫാബിനിയോന്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ മാനേജ് ചെയ്യാൻ പറ്റും. ഒറ്റയ്ക്ക് ഐസൊലേറ്റഡ് ആണെങ്കിൽ മൊറോക്കോനെതിരെ കണ്ട ആദ്യത്തെ 30 മിനിറ്റ് പോലെ ആവും. ലൂക്കസ് പക്കറ്റയ്ക്ക് പറ്റിയിട്ടുള്ള വലിയൊരു കാരണം ഓഫ് ഫീൽഡ് ഇതാണ്. ആ ഒരു ബെറ്റിംഗ് കേസ് വന്നിട്ട് കുറെ കാലം കോടതി ഇതൊക്കെ ആയിട്ട് തന്റെ കോൺഫിഡൻസ് തന്നെ കുറെ പോയിട്ടാണ് തിരിച്ച് ബ്രസീലിലേക്ക് പോയത് ഫ്ലെമിംഗോന് കളിക്കാൻ. അപ്പൊ അതിന്ന് ശരിക്കും ഒന്നും തിരിച്ചു വന്നിട്ടില്ല. ഫോമിലാണെങ്കിൽ ശരിക്കും നല്ല കളിക്കാരനാണ്.